ഹായ് ഫ്രണ്ട്സ്, സീസസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറാക്കിൾ വിർച്വൽ ബോക്സിൽ എങ്ങനെയാണ് വിൻഡോസ് സെർവർ 2019 ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് വിർച്വൽ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വിർച്വൽ ബോക്സ് എടുത്തിരിക്കുന്നത് എൻ്റെ വിർച്വൽ ബോക്സ് വേർഷൻ എന്ന് പറയുന്നത് 7.1 ആണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ മെഷീൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ സെർവർ 2019 എന്ന് ജസ്റ്റ് നെയിം ചെയ്യുന്നുണ്ട്. നമ്മളിനി ഇവിടെ ISO ഫയൽ ഇവിടെ സെലക്ട് ചെയ്യാം. നമ്മൾ ISO ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ലൊക്കേറ്റഡ് ഇൻസ്റ്റാൾ എൻ്റർ കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ എത്ര GB ആണ് നമ്മൾ ഡാറ്റ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമുക്ക് എൻ്റർ ചെയ്യാം. ഞാനൊരു 100 GB ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ CPU ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ CPU ഓക്കെ, എന്നിട്ട് ഇവിടെ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോർമൽ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എല്ലാം നോർമൽ തന്നെയാണ്. നോർമലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഞാനിവിടെ സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ ഡെസ്ക്ടോപ്പ് വേർഷൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ലൈസൻസ് അഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. കസ്റ്റം ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ന്യൂ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ എല്ലാം ബാക്കി പ്രോസസ്സിംഗ് എല്ലാം നോർമൽ തന്നെയാണ്. അല്ല, നമുക്ക് കൂടുതൽ കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല. ഓക്കെ, ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് വരിക. ലൈക്ക് പ്രോസസ്സർ അല്ലെങ്കിൽ റാം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള പ്രോസസ്സിങ് അനുസരിച്ചാണ് നമ്മളുടെ VMware അല്ലെങ്കിൽ ഒറാക്കിളിൻ്റെ ഒക്കെ വർക്കിംഗ് പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CCS ടെക്കിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ടോ കോൺഫിഗറേഷൻ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൺലൈനായാലും ഓഫ്ലൈനായിട്ടാണെങ്കിലും സെർവേഴ്സായാലും ലിനക്സ് ഉബുണ്ടു സെർവേഴ്സും സിസ്കോ ഹുവാവേ ജുനിപ്പർ HP ഇതുപോലുള്ള എല്ലാ ഡിവൈസുകൾക്കും കോൺഫിഗറേഷൻ സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അഫോർഡബിൾ പ്രൈസിലോ ഒക്കെ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളും ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം റീബൂട്ട് ആയിരിക്കുകയാണ്. നമ്മൾ സെർവർ വോയിസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൈം എടുക്കും. സർവീസസ് എല്ലാം അപ്പായി വന്ന് ആണ് നമുക്ക് നോർമലി ലോഗിൻ പേജ് വരാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെ സെർവർ വോയിസ് ആയതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റർക്ക് പാസ്വേഡ് സെറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെമ്പററി പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് വേണ്ട ഒരു പാസ്വേഡ് അടിക്കുക, എൻ്റർ ചെയ്യുക. സോറി, അടിച്ചിരുന്നത് ജസ്റ്റ് ഒരു റാൻഡം പാസ്വേഡ് മാത്രം അടിച്ചിരുന്നത്. അപ്പോൾ അതൊരു പോളിസി വയലേഷൻ ആണ് ശരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കണം. അതുകൊണ്ടാണ് നേരത്തെ എറർ വന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു സ്ട്രോങ് പാസ്വേഡ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫിനിഷ് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈനലി നമ്മളുടെ വിൻഡോസ് സെർവർ അപ്പായി വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് അപ്പായി വന്നിരിക്കുകയാണ്.